ഈ വയസ്സുകാലത്ത് സ്വന്തം മക്കള് നമ്മളെ വീട്ടു പുറത്താക്കിയല്ലോ. എന്തൊരു കാലമാണിത്. സാരമില്ല, അവർക്കെങ്കിലും നന്നായി ജീവിക്കാൻ കഴിയട്ടെ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പാർവതി, എനിക്ക് ജീവിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ആത്മഹത്യ ചെയ്താലോ? എന്താ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇത് പറയാൻ എങ്ങനെ മനസ്സ് വന്നു? ഞാൻ എന്ത് ചെയ്യാനാ? നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്വന്തം മോൻ വീട്ടു പുറത്താക്കി. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? എവിടെ പോയി ജീവിക്കും? കഴിക്കാൻ ഒരു രൂപ പോലും കയ്യിലില്ല. വേറെ ഒരു തീരുമാനവും എടുക്കാൻ തോന്നുന്നില്ല. നമ്മുടെ മോൻ നമ്മളെ പുറത്താക്കിയാ എന്താ? നമ്മുടെ മകൾ ചെന്നൈയിലില്ലേ? നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം. അവള് നമ്മളെ നോക്കിക്കോളും. ഇനി ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്. ചെന്നൈക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ടോ? ബസ്സിൽ പോകാൻ പോലും കയ്യിൽ കാശില്ല. രണ്ടാൾക്കും ടിക്കറ്റ് എടുക്കണമെങ്കിൽ എന്തു ചെയ്യും? വരൂ, കുറച്ചു ദൂരം നടന്നു പോവാം. വല്ല ലോറിയോ കാറോ വരും. നമ്മൾ അവരോട് ലിഫ്റ്റ് ചോദിക്കാം. നല്ലവരായ ആരെങ്കിലും നമ്മളെ കയറ്റിക്കൊണ്ടു പോവും. വരൂ, കുറച്ച് നടക്കാം. ഇവിടെ ബസ്സും കാറും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് കൈ കാണിച്ച് നിർത്താൻ നോക്കാം. സാർ, നിർത്തു സാർ, നിർത്തു സാർ, സാർ, നിർത്തു സാർ, നിർത്തു സാർ. ഇത് ആരും നിർത്തുന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി നടന്നു നോക്കാം. എന്തു ചെയ്യും? കുറച്ചുകൂടി നടക്കാം. വരൂ, പോകാം. ആരെങ്കിലും രക്ഷിക്കണേ. എന്തു പറ്റി? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ആരെങ്കിലും രക്ഷിക്കണേ. അച്ഛാ, വല്യുപ്പ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചു പോയിക്കൂടായിരുന്നോ? എന്താ ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? എവിടെയാണ് മുറിവേറ്റത്? സാരമില്ല മോനെ, സാരമില്ല. ഞങ്ങളുടെ സമയം ഒന്നിനും നന്നായി വരുന്നില്ല. നീ എന്ത് ചെയ്യാനാ? വലിയ അടിയൊന്നും പറ്റിയിട്ടില്ല മോനെ. പേടിക്കണ്ട, പേടിക്കണ്ട അച്ഛാ. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട മോനെ, സാരമില്ല. ഞങ്ങളുടെ സമയം ശരിയല്ല. ഞങ്ങൾ നടന്നോളാം. ഞങ്ങൾ ചെന്നൈ വരെ പോകണം. അച്ഛാ, ഈ വാടപ്പെട്ടിന്ന് ചെന്നൈ വരെ നടന്നു പോകാനാണോ നിങ്ങളുടെ പ്ലാൻ? നോക്കൂ, ദൈവം തന്നെ നോക്കിയാണ് നിങ്ങളെ എൻ്റെ കാറിനടുത്തേക്ക് കൊണ്ടുവന്നത്. ഞാനും ചെന്നൈയിലേക്കാണ് പോകുന്നത്. ഞാൻ നിങ്ങളെ അവിടെ ഇറക്കിത്തരാം. അങ്ങനെയാണോ മോനെ? വളരെ സന്തോഷം. ഇത്രയും ദൂരം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് വിടാൻ നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല മോനെ. ക്ഷമിക്കണം. അച്ഛാ, നിങ്ങളെന്താ പറയുന്നത്? ഞാൻ എപ്പോഴാ കാശ് ചോദിച്ചത്? അങ്ങനെയെങ്കിൽ കാശില്ലാതെ എങ്ങനെയാണ് ചെന്നൈയിൽ പോയി ജീവിക്കാൻ പോകുന്നത്? ഞാനൊരു കുറച്ച് പണം തരാം. നിങ്ങൾക്ക് മക്കളില്ലേ അച്ഛാ? വേണ്ട മോനെ, അതൊന്നും വേണ്ട. എൻ്റെ മകളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ മോനും മരുമോളും ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. എൻ്റെ മകൾ ചെന്നൈയിലുണ്ട്. അവൾ ഞങ്ങളെ നോക്കിക്കൊള്ളും. നിങ്ങൾ പോയിക്കൊള്ളു മോനെ. നിങ്ങളുടെ മോന് അച്ഛനമ്മമാരുടെ വില അറിയില്ല. അതാണ് അവൻ അങ്ങനെ ചെയ്തത്. അവൻ തീർച്ചയായും തിരിച്ചു വന്ന് നിങ്ങളെ കളിക്കും. വരൂ മാമ, വരൂ അമ്മായി. സുഖമാണോ? വരൂ അപ്പാ, വരൂ. അമ്മേ, എന്താ പെട്ടെന്ന് വന്നത്? പറഞ്ഞതേയില്ല. എന്താ മോളെ പറയാൻ? വീട്ടിൽ നിങ്ങളുടെ ഏട്ടന് ഞങ്ങൾ ഭാരമായിരുന്നു പോലും. അതുകൊണ്ട് അവൻ ഞങ്ങളോട് വീട്ടിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങളെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇവിടേക്ക് വന്നു. ഓ, അങ്ങനെയാണോ അപ്പാ? ഏട്ടാ, അകത്തേക്ക് വരൂ, സംസാരിക്കണം. എന്റെ ഏട്ടനും ഭാര്യയും അച്ഛനെയും അമ്മയെയും വീട്ടു പുറത്താക്കിയത്രേ. നിങ്ങൾ പറയണം, എനിക്ക് ഡൽഹിയിൽ ജോലി കിട്ടി, ഞങ്ങൾ അങ്ങോട്ട് മാറുകയാണ്, നിങ്ങൾ നാട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന്. ഇല്ലെങ്കിൽ ഇവരെവിടെ തന്നെ ഇരുന്നു കളയും. എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. എന്താ സംഗതി നീ പറയുന്നതാ? നിന്നെ പെറ്റ അമ്മയും അച്ഛനും തേടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞാൽ അവരെവിടെ പോകും? ഞാൻ പറയുന്നത് ചെയ്യൂ. മാമാ, നിങ്ങളെ ഇവിടെ നിർത്താനാണ് ആഗ്രഹം. അത് പിന്നെ നീ ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലുണ്ട്. അവൻ വിളിച്ചിരുന്നു. ഞങ്ങൾ പോവുകയാണ്. മോളെ, വിഷമിക്കണ്ട. സ്കൂളിൽ നിന്ന് പേരക്കുട്ടി വന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും വന്നുപോയെന്ന് പറഞ്ഞാൽ മതി. പങ്കജം, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഇങ്ങനെ മക്കളുടെ വാക്ക് കേൾക്കണോ നമ്മൾ? സ്വന്തം മക്കളെ വിശ്വസിച്ചു വന്നതാ. നമ്മൾ ആരും രക്ഷിക്കുന്നില്ല. പങ്കജം, ഒരുപാട് വയസ്സാകുന്നതുവരെ ദൈവം നമ്മളെ ജീവനോടെ വെക്കില്ലെന്ന് തോന്നുന്നു. എവിടെ പോകും, എവിടെ താമസിക്കുമെന്നറിയില്ല. കയ്യിൽ കാശുമില്ല. മകൾ ഒരു വാക്ക് പോലും ചോദിച്ചില്ല. വിഷമിക്കണ്ട, ദൈവം നമുക്ക് വഴി കാണിക്കും. അച്ഛാ,
അമ്മേ, എന്താ നിങ്ങൾ രണ്ടാളും എവിടെ ഇരിക്കുന്നത്? മകളെ കണ്ടോ? മോന് ഭാരമായിരുന്നു. മകള് രക്ഷിക്കുമെന്ന് കരുതി, പക്ഷെ അവളും ഒഴിവാക്കി. ഞങ്ങൾ അനാഥരായി പോയി. ദൈവം നിങ്ങൾക്ക് നല്ല വഴി കാണിക്കാനാണ് എന്റെ കണ്ണിൽ നിങ്ങൾ രണ്ടാളെയും കാണിച്ചത്. ഞാനൊരു അനാഥനാണ്. അനാഥാലയത്തിലാണ് വളർന്നത്. അവിടെ പഠിച്ച് ഒരു ഡോക്ടറായും മാറി. എനിക്ക് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടിയിട്ടേയില്ല. ഞാൻ എങ്ങനെ അനാഥനാണോ അതുപോലെ ഒരു അനാഥ പെൺകുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്തത്. എന്റെ ഭാര്യയ്ക്കും അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ധാരാളം പണമുണ്ട്. പക്ഷേ അമ്മയെ എന്ന് വിളിക്കാനും അച്ഛ എന്ന് വിളിക്കാനും ആരുമില്ല. ദയവായി നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരൂ. സ്വന്തം മക്കളെപ്പോലെ ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം. ദയവായി നിരസിക്കരുത്. എന്റെ ഭാര്യ നിങ്ങളെ കണ്ടാൽ ഒരുപാട് സന്തോഷിക്കും. ദയവായി എന്റെ കൂടെ വീട്ടിലേക്ക് വരൂ. മോനെ, നീ ചെന്നൈ വരെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞങ്ങൾക്ക് നന്ദി പറയാൻ പോലും കഴിഞ്ഞില്ല. അതിനിടയിൽ ഞങ്ങളെ അച്ഛാ അമ്മയെന്ന് വിളിക്കുന്നു. സ്വന്തം മക്കൾ പുറത്താക്കിയെന്ന് വിഷമിച്ചു. പക്ഷെ ആ ദൈവം പുതിയൊരു മകനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവമുണ്ടടോ, ഇത്രയും സ്നേഹമുള്ള മോനെ കിട്ടിയിരിക്കുന്നു. പ്രിയ, നമുക്ക് രണ്ടാൾക്കും അച്ഛനമ്മമാരില്ലല്ലോ എന്ന് വിഷമിച്ചു. ദൈവം ഇപ്പോൾ നമുക്ക് പുതിയ അച്ഛനമ്മമാരെ തന്നിരിക്കുന്നു. എന്തുണ്ടായതെന്ന് വെച്ചാൽ, എത്ര വലിയ സന്തോഷവാർത്ത! എന്റെ 20 വർഷത്തെ സ്വപ്നം നിങ്ങൾ നിറവേറ്റി. അച്ഛാ അമ്മേ വരൂ. ഇനി നിങ്ങൾ എന്റെ കൂടെയാണ് താമസിക്കേണ്ടത്. ഞാൻ നിങ്ങളെ അച്ഛാ അമ്മ എന്ന് വിളിക്കണം. ഡോക്ടർ, എന്റെ മോന് കാർ ആക്സിഡന്റ് പറ്റി എല്ലൊടിഞ്ഞു പോയെന്ന് പറഞ്ഞു. ഉടനെ ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. അതാണ് ഡോക്ടർ ഇങ്ങോട്ട് വന്നത്. നിങ്ങളൊന്ന് നോക്കൂ ഡോക്ടർ. പേടിക്കണ്ട, കാൽമുട്ടിലെ എല്ലാണ് ഒടിഞ്ഞത്. ശരിയാക്കണം. 2 മാസം എടുക്കും. 4-5 ലക്ഷം രൂപ ചെലവ് വരും. ഡോക്ടർ, എന്നാൽ ഒരുപാട് പണം ഉടനെ റെഡി ചെയ്യാൻ കഴിയില്ല ഡോക്ടർ. 1 ലക്ഷം രൂപ കയ്യിലുണ്ട് ഡോക്ടർ. ഇപ്പോൾ ഇത് വച്ചോളൂ, ഞാൻ പിന്നെ റെഡി ചെയ്ത് കൊണ്ടുവരാം ഡോക്ടർ. ഞങ്ങൾ വയലിംകര എന്ന നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് വരുന്നത് ഡോക്ടർ. നിങ്ങൾക്ക് വയലിംകര എന്ന നാടാണോ? അവിടെ ഷൺമുഖം എന്ന് പറയുന്ന ഒരു വല്യപ്പനെ നിങ്ങൾക്കറിയാമോ? അത് എൻ്റെ അച്ഛനാണ്. നിങ്ങൾക്കെങ്ങനെ അറിയാം? വെറുതെ ചോദിച്ചതാണ്. നിങ്ങൾ വിഷമിക്കണ്ട, പണം വേണ്ട. എന്റെ ചെലവിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. പക്ഷേ അതിന് 2 പേർ സമ്മതിക്കണം. അവർ സമ്മതിച്ചാൽ നിങ്ങളുടെ മോന് ഞാൻ സൗജന്യമായി ചികിത്സ നൽകാം. ആരാ ആ 2 പേര്? പറയൂ ഡോക്ടർ. ഞാൻ അവരുടെ കാലിൽ വീണ് സമ്മതിപ്പിക്കാം ഡോക്ടർ. വൈകുന്നേരം വരെ കാത്തിരിക്കുക. അപ്പോൾ അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛാ അമ്മേ, നിങ്ങൾ ഉടനെ എന്റെ കൂടെ വരൂ. ഹോസ്പിറ്റലിൽ പോകണം. ഒരു സസ്പെൻസ് ഉണ്ട്. നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടിയാണ്. എന്റെ സ്നേഹമുള്ള മോനെ, നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്താണ് മോനെ നീ സസ്പെൻസ് വച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. തീർച്ചയായും വരാം. അമ്മേ, അച്ഛാ, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? ഗോപി, നീയാണല്ലോ നിന്നെ പെറ്റവരെ പുറത്താക്കിയത്. ഈ ഡോക്ടർ മോനാണ് ഞങ്ങൾക്ക് ആശ്രയം വന്നത്. അതെ, നിങ്ങൾ രണ്ടാളും ഇവിടെ എന്തെടുക്കുകയാണ്? ഡോക്ടർ, ഇവരെന്റെ അച്ഛനും അമ്മയുമാണ്. അച്ഛാ, എന്റെ മോന് കാറിൽ ആക്സിഡന്റ് പറ്റി. ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞു. അതാണ് പെട്ടെന്ന് ഇവിടെ വന്നത്. ഡോക്ടർ, ഇവനാണ് എന്റെ മോൻ. എന്റെ പേരക്കുട്ടിക്ക് എന്തുപറ്റി? അച്ഛാ, പേടിക്കണ്ട. ചെറിയൊരു ഓപ്പറേഷനേ ഉള്ളൂ. നിങ്ങളെ പുറത്താക്കിയ മോനാണിതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അച്ഛാ, എന്റെ മോനെ രക്ഷിക്കാൻ പറയണം. ഞങ്ങൾ വലിയ തെറ്റു ചെയ്തു. എന്നോട് ക്ഷമിക്കണം. എന്റെ മോന്റെ കാല് ശരിയാക്കണമെങ്കിൽ 4 ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നിങ്ങൾ രണ്ടാളും സമ്മതിച്ചാൽ മാത്രമേ ആ ഓപ്പറേഷൻ സൗജന്യമായി ചെയ്യൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ടച്ഛാ. ഓപ്പറേഷൻ ചെയ്യാൻ പറയണമച്ഛാ. ഞാൻ വലിയ പാപിയാണച്ഛാ. എന്നോട് ക്ഷമിക്കണമച്ഛാ. മോനെ, എന്റെ പേരക്കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവർ ചെയ്ത തെറ്റിന് പേരക്കുട്ടി എന്തു ചെയ്യും? അവനെ രക്ഷിക്കണം മോനെ. അച്ഛാ, ഒരൽപ്പം കാത്തിരിക്കുക. നിങ്ങളുടെ മോന് നിങ്ങളുടെ വില അറിയണമെന്ന് കരുതിയാണ് ഞാൻ ഇവരോടിങ്ങനെ പറഞ്ഞത്. ഗോപി, നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് നടക്കാൻ അറിയില്ലായിരുന്നു. നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ് കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അവർക്ക് നടക്കാൻ കഴിയാത്ത വയസ്സിൽ നീ അവരെ വീട്ടുപുറത്താക്കി. ഇതെത്ര വലിയ തെറ്റാണെന്നറിയുമോ? ഞാൻ അവരെ കണ്ടിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അച്ഛാ, അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഇനി എത്ര കഷ്ടപ്പാട് വന്നാലും നിങ്ങളോട് പുറത്തു പോകാൻ പറയില്ല. വരൂ, വീട്ടിലേക്ക് പോകാം. ഗോപി, നിങ്ങളെ മക്കളായി പെറ്റെടുത്തിട്ട്
അച്ഛനമ്മമാരുടെ സ്നേഹം എന്താണെന്നറിയാതെ ഞങ്ങളെ പുറത്താക്കി. എന്നാൽ അച്ഛനമ്മമാരില്ലാത്ത ഈ ഡോക്ടർ മോന് അച്ഛനമ്മമാരുടെ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്നു. ഇനി ഈ ഡോക്ടർ മോനാണ് എൻ്റെ മകൻ. ഇവൻ്റെ ഭാര്യയാണ് എൻ്റെ മകൾ. മോനെ, നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരൂ. ഞാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോകാം.